വേരിയസ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും പെൻ ആൻഡ് പേപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 ആഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ആഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പാർട്ട് 1 ആയിട്ട് പാർട്ട് 2 ആയിട്ട് രണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. അതിൻ്റെ ബാക്കി കറണ്ട് അഫയേഴ്സ് പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. Let's get started. Indian Navy's first exercise with Algerian Navy. The Indian and Algerian navies conducted their first ever naval exercise off the coast of Algeria on August 29, 2021. Stealth ship INS Talwar represented India, while Algeria was represented by its naval ship ANS Visakhapatnam. അതായത് ഇന്ത്യൻ നേവിയും അൾജീരിയൻ നേവിയും തമ്മിലുള്ള ഫസ്റ്റ് എവർ എക്സസൈസ് കോസ്റ്റ് ഓഫ് അൾജീരിയയിൽ കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി സ്റ്റെൽത്ത് ഷിപ്പ് INS തബാറും അൾജീരിയയ്ക്ക് വേണ്ടിയിട്ട് നേവൽ ഷിപ്പ് ANS ഇസാഗറുമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റെൽത്ത് ഷിപ്പ് എന്ന് പറഞ്ഞാൽ റഡാറിനും ഇൻഫ്രാറെഡ് റേസിനും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷിപ്പാണ് സ്റ്റെൽത്ത് ഷിപ്പ് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെയും അൾജീരിയൻ നേവിയുടെയും ഫസ്റ്റ് എവർ നേവൽ എക്സസൈസ് നടന്നത് എവിടെയാണെന്ന് ചോദിക്കാം. അപ്പം അൾജീരിയൻ കോസ്റ്റിലാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്ത ഷിപ്പ് ഏതാണ്? INS തബാർ. അടുത്തത് അൾജീരിയൻ നേവിക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്ത ഷിപ്പ് ANS ഇസാഖർ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്കിവിടുന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് ഡേറ്റ് ആണ് ഓഗസ്റ്റ് 30. ഓഗസ്റ്റ് 30യുടെ പ്രത്യേകത നാഷണൽ സ്മോൾ ഇൻഡസ്ട്രി ഡേ ആണ്. അടുത്ത ഓഗസ്റ്റ് 29 ഇൻ്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തതിലേക്ക് കടക്കാം. നെക്സ്റ്റ്, ഇന്ത്യ ജർമ്മനി കണ്ടക്ട് ജോയിൻറ്റ് എക്സസൈസ് ഇൻ ഗൾഫ് ഓഫ് ഏദൻ. ഫ്രിഗേറ്റ് ത്രികാന്ത് ഫ്രം ഇന്ത്യൻ നേവി എക്സസൈസ്ഡ് വിത്ത് ജർമ്മൻ ഫ്രിഗേറ്റ് കാൾഡ് ബയോൺ. INS Triganth is deployed for anti-piracy patrol in Gulf of Aden region. അതായത് ഇന്ത്യയുടെയും ജർമ്മനിയുടെയും ജോയിൻ്റ് എക്സസൈസ് ഗൾഫ് ഓഫ് ഏദനിൽ കണ്ടക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഇന്ത്യയുടെയും ജർമ്മനിയുടെയും ജോയിൻ്റ് എക്സസൈസ് എവിടെയാണ് നടന്നത്? ഗൾഫ് ഓഫ് ഏദനിലാണ് നടന്നത്. അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇന്ത്യക്ക് വേണ്ടി ഫ്രിഗേറ്റ് ത്രികാന്തും ജർമ്മന് വേണ്ടിയിട്ട് ബയോണുമാണ്. അപ്പം അത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, ഇന്ത്യൻ ഓയിൽ ടു ബിൽഡ് ഇന്ത്യസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്. ഇന്ത്യൻ ഓയിൽ വിൽ ബിൽഡ് ഇന്ത്യസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് അറ്റ് മധുര റിഫൈനറി. അപ്പം ഇന്ത്യൻ ഓയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എവിടെയാണ് സ്ഥാപിക്കുന്നത് എന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് മധുര റിഫൈനറിയിലാണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യയുടെ ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് മധുരയിൽ സ്ഥാപിക്കുന്നത് ആരാണെന്ന് ചോദിക്കാം. ഇന്ത്യൻ ഓയിൽ. അപ്പോൾ അങ്ങനെ ചോദിക്കാം. ഇന്ത്യൻ ഓയിലും ചോദിക്കാം. അങ്ങനെ വേറെ ഓയിൽ കമ്പനീസ് ഉണ്ടല്ലോ, അപ്പം അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഓയിൽ ടു ബിൽഡ് ഇന്ത്യസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്. നെക്സ്റ്റ്, മധ്യപ്രദേശ് സെക്കൻഡ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെൻറ്റ് NEP 2020, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. Madhya became the second state in India to implement National Education Policy 2020 following Karnataka. +2 system has replaced by a new 5+3+3+4 curricular structure under the new policy. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റേറ്റാണ് മധ്യപ്രദേശ്, ആദ്യത്തെ കർണാടക. അപ്പോൾ മുമ്പായിരുന്നത് 10+2 സിസ്റ്റം ആയിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്ത് 5+3+3+4 സിസ്റ്റം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെൻറ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020? അപ്പോൾ അതിൻ്റെ ആൻസർ കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ സെക്കൻഡ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെൻറ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020? അത് മധ്യപ്രദേശാണ്. അടുത്ത ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ പോളിസി സ്ട്രക്ചർ എന്താണ്? 5+3+3+4 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഷെയർഡ് ഡെസ്റ്റിനി 2021 ഡിഫൻസ് എക്സസൈസ്.
Militaries of China, Mongolia, Thailand and Pakistan are set to take part in a multinational peacekeeping exercise called Shared Destiny 2021. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഷെയർഡ് ഡെസ്റ്റിനി 2021 ഡിഫൻസ് എക്സസൈസ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള എക്സസൈസ് ആണ്, പീസ് കീപ്പിംഗ് എക്സസൈസ് ആണ്? ഏതാണ്? മിലിറ്ററീസ് ഓഫ് ചൈന, മംഗോളിയ, തായ്ലൻഡ് ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ ഇത് നോട്ട് ചെയ്യാം. നമുക്ക് അടുത്തേക്ക് കടക്കാം. വേൾഡ് ബാങ്ക് സ്റ്റോപ്സ് ഫണ്ടിങ് ഓഫ് പ്രോജക്ട്സ് ഇൻ അഫ്ഗാനിസ്ഥാൻ. ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഏത് രാജ്യത്തിലേക്കുള്ള ഫണ്ടിങ് ആണ് വേൾഡ് ബാങ്ക് റീസെൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തത്? അപ്പോൾ അതിൻ്റെ ആൻസർ അഫ്ഗാനിസ്ഥാനാണ്. നെക്സ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് mRNA based COVID-19 vaccine. The Drugs Controller General of India gave nod for phase 2 and phase 3 trials of India's first mRNA based COVID-19 vaccine. India's first mRNA vaccine candidate HGC-019 has been developed by Genova Biopharmaceutical Ltd in collaboration with HDT Biotech Corporation of USA. mRNA vaccines work by training the body in order to recognize and respond to the proteins that are produced by disease-causing organisms like virus or bacteria. ഇന്ത്യയുടെ ആദ്യത്തെ mRNA based COVID-19 വാക്സിൻ ആണ് HGC-019 ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ജനോവ ബയോഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് പൂനെ ഇൻ കൊളാബറേഷൻ വിത്ത് HDT ബയോടെക് കോർപ്പറേഷൻ ഓഫ് USA ആണ്. mRNAയിലെ M റെപ്രസെൻറ്റ് മെസ്സഞ്ചർ റൈബോന്യൂക്ലിക് ആസിഡ് ആണ്. mRNA വാക്സിൻ ചെയ്യുന്നത് വെച്ചാൽ ഈ വൈറസ് ഓർ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെതിരെ നമ്മുടെ ബോഡി സജ്ജമാക്കുന്നു. അപ്പോൾ അതാണ് ഈ mRNA വാക്സിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പം mRNA COVID-19 വാക്സിൻ ബേസ്ഡ് വാക്സിനിൽ mRNAയിലെ M റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? അപ്പോൾ അതിൽ പല ഓപ്ഷൻസ് കാണും. അപ്പോൾ അതിന് ആൻസർ മെസ്സഞ്ചർ ആണ്. പിന്നെ ഏത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്? അപ്പം അത് ജനോവ ബയോഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഇൻ കൊളാബറേഷൻ വിത്ത് HDT ബയോടെക് കോർപ്പറേഷൻ ഓഫ് USA ആണ്. നെക്സ്റ്റ്, 5th edition of Indo-Kazakhstan Joint Training Exercise. 5th edition of Indo-Kazakhstan Joint Training Exercise called KAZINT-21. Training exercise conducted at Aisha Bibi in Kazakhstan. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് 5th എഡിഷൻ ഇൻഡോ കസാഖിസ്ഥാൻ ജോയിൻറ്റ് ട്രെയിനിങ് എക്സസൈസ് നടന്നത് എവിടാണ്? ഐഷ ബിബി ഇൻ കസാഖിസ്ഥാനിലാണ്. അപ്പോൾ അതിൻ്റെ പേര് KAZINT-21 എന്നാണ്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് KAZINT-21 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ജോയിൻറ്റ് ട്രെയിനിങ് എക്സസൈസ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇന്ത്യയും കസാഖിസ്ഥാനും തമ്മിലുള്ള ജോയിൻറ്റ് എക്സസൈസാണ് KAZINT-21. 5th എഡിഷൻ ഇൻഡോ കസാഖിസ്ഥാൻ ട്രെയിനിങ് എക്സസൈസ് കണ്ടക്ട് ചെയ്തത് ഐഷ ബിബി ഇൻ കസാഖിസ്ഥാനിലാണ്. നെക്സ്റ്റ്, പാകിസ്ഥാൻ സക്സസ്ഫുള്ളി ടെസ്റ്റ് Fatah-1. Fatah-1 is a Pakistan-made guided multi-launch rocket system. It is capable of delivering conventional warheads up to a range of 140 kilometers. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ Fatah-1 എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഏത് രാജ്യം ടെസ്റ്റ് ചെയ്ത മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റമാണ്? ഏതാണ്? പാകിസ്ഥാനാണ്. ഓക്കെ, അതിൻ്റെ റേഞ്ച് ഒന്ന് പഠിച്ചു വയ്ക്കാം, 140 കിലോമീറ്റർ. നെക്സ്റ്റ്, ഇന്ത്യ ഫിലിപ്പീൻസ് കണ്ടക്ട് naval exercise in South China Sea. Indian Navy had deployed its guided missile destroyer INS Renvijay and guided missile corvette INS Kora, while the Philippine Navy had deployed its frigate BRP Antonio Luna in the exercise. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുള്ളത് ഇന്ത്യ ഫിലിപ്പീൻസ് നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്തത് എവിടെയാണ്? സൗത്ത് ചൈന സീയിലാണ്. അപ്പോൾ ഇന്ത്യ ഡിപ്ലോയ് ചെയ്ത ഷിപ്പുകൾ ഏതൊക്കെയാണ്? INS Renvijay ആൻഡ് INS Kora. അപ്പോൾ ഫിലിപ്പീൻസ് ഫ്രിഗേറ്റ് BRP Antonio Luna ആണ് അവർ ഡിപ്ലോയ് ചെയ്തത്. നെക്സ്റ്റ്, Krivak class frigates to be delivered to India in 2023.
India and Russia had signed an Inter-Governmental Agreement in October 2016 for 4 Krivak or Talwar class stealth frigates. Under this agreement, 2 frigates were to be procured directly from Russia, while 2 to be built by the Goa Shipyard Limited. Krivak class stealth frigates എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു സീരീസ് ഓഫ് ഫ്രിഗേറ്റ്സ് ആണ്. അപ്പോൾ 2016 ഒക്ടോബറിൽ ഇന്ത്യയും റഷ്യയും തമ്മിലൊരു ഇൻ്റർ ഗവൺമെൻറ്റൽ എഗ്രിമെൻ്റ് ഉണ്ട് 4 ക്രിവക് ഓർ തൽവാർ ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സിനാണ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് 2 ഫ്രിഗേറ്റ്സ് റഷ്യയിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും, 2 ഗോവ ഷിപ്പ്യാർഡിൽ ബിൽഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്രിവക് ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് ടു ബി ഇന്ത്യക്ക് ഡെലിവറി 2023 കൂടി ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഓപ്പറേഷൻ ദേവി ശക്തി. Operation Devi Shakti name has been given by India to its operation of evacuating its citizens from war-torn Afghanistan. Operation Devi Shakti എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലുള്ള ഇന്ത്യൻ സിറ്റിസൻസിനെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്പറേഷനാണ്. റീസെൻ്റായിട്ട് നടന്നിട്ടുള്ളതാണ് ഓഗസ്റ്റിൽ. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഓപ്പറേഷൻ ദേവി ശക്തി എന്താണ്? അപ്പോൾ അത് നമുക്ക് പറയാം, ഓപ്പറേഷൻ ഓഫ് ഇവാക്യുവേറ്റിംഗ് ഇറ്റ്സ് സിറ്റിസൺ ഫ്രം വാർ-ടോൺ അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, നെക്സ്റ്റ്, വൈസ് പ്രസിഡന്റ് ലോഞ്ച് വാക്സിനേറ്റ് ഇന്ത്യ പ്രോഗ്രാം. ദിസ് പ്രോഗ്രാം വാസ് ഓർഗനൈസ്ഡ് ബൈ ഗിവ് ഇന്ത്യ ഫൗണ്ടേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഗോൾ കോർഡിനേഷൻ സെൻറ്റർ ഇൻ ബാംഗ്ലൂരു. ഓക്കെ, വാക്സിനേറ്റ് ഇന്ത്യ പ്രോഗ്രാം അത് ലോഞ്ച് ചെയ്തത് വൈസ് പ്രസിഡന്റ് ആണ്, വെങ്കയ്യ നായിഡു ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, ഹൂ ലോഞ്ച്ഡ് വാക്സിനേറ്റ് ഇന്ത്യ പ്രോഗ്രാം? അപ്പോൾ ഓപ്ഷൻസ് കാണും, ചിലപ്പോൾ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ, അങ്ങനെ 4 ഓപ്ഷൻസ് വരും, വേറെ നമ്മുടെ ചേർത്ത് 4 ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട് ആരായിരിക്കും ലോഞ്ച് ചെയ്തതെന്ന്. അപ്പോൾ വൈസ് പ്രസിഡൻ്റ് ആണ് വാക്സിനേറ്റ് ഇന്ത്യ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത് ഗിവ് ഇന്ത്യ ഫൗണ്ടേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഗോൾസ് കോർഡിനേഷൻ സെൻറ്റർ ഇൻ ബാംഗ്ലൂരു. നെക്സ്റ്റ്, tropical storm Henri makes landfall near Rhode Island. Rhode Island is a state in New England region of the United States. അപ്പോൾ റീസെൻ്റായിട്ട് വീശിയ ഒരു ട്രോപ്പിക്കൽ സ്റ്റോം ആണ് ഹെൻറി. അത് വീശിയത് നിയർ റോഡ് ഐലൻഡിലാണ്. നെക്സ്റ്റ്, നിയോബോൾട്ട്, ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ് മോട്ടറൈസ്ഡ് വീൽചെയർ വെഹിക്കിൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് has developed India's first indigenous motorized wheelchair vehicle called Neobolt. നിയോബോൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു മോട്ടറൈസ്ഡ് വീൽചെയർ വെഹിക്കിളാണ്. അത് നിർമ്മിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT മദ്രാസ് ആണ് നിർമ്മിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ് മോട്ടറൈസ്ഡ് വീൽചെയർ വെഹിക്കിളിൻ്റെ പേര് നിയോബോൾട്ട് എന്നാണ്. ഓക്കെ, IIT ഇത് നിർമ്മിച്ചത് ആരെന്ന് ചോദിക്കാം, ദാറ്റ് ഈസ് IIT മദ്രാസ് ആണ്. നെക്സ്റ്റ്, the government launched a new geospatial planning portal called Yuktadhara under Bhuvan. It was launched by Giriraj Singh, Minister of Rural Development and Panchayati Raj. This new portal will help in facilitating new MGNREG assets with the help of remote sensing as well as geographic information system based data. അതായത് ദ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തു ന്യൂ ജിയോസ്പേഷ്യൽ പ്ലാനിംഗ് പോർട്ടൽ, അതിൻ്റെ പേര് യുക്തധാര എന്നാണ്. ഇത് ലോഞ്ച് ചെയ്തത് മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പഞ്ചായത്ത് രാജ് ഗിരിരാജ് സിംഗ് ആണ്. നെക്സ്റ്റ്, NS വിശ്വനാഥൻ പാനൽ ഓൺ അർബൻ കോർപ്പറേറ്റീവ് ബാങ്ക്സ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ had appointed committee headed by NS വിശ്വനാഥൻ to make suggestions on structure for the urban cooperative banks. ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, ഹു ഹെഡഡ് ദ പാനൽ ഓൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്? അതിൻ്റെ ആൻസർ NS വിശ്വനാഥനാണ്. നെക്സ്റ്റ്, INS ശക്തി റീച്ച്ഡ് ശ്രീലങ്ക വിത്ത് 100 tons of liquid medical oxygen. INS Shakti was deployed for the delivery of oxygen in response to a personal request for urgent supply of LMO by Sri Lankan President Gotabaya Rajapaksa. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ശ്രീലങ്കയിലേക്ക് 100 tons ഓഫ് ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ എത്തിക്കുന്നതിനായിട്ട് ഡിപ്ലോയ് ചെയ്ത ഇന്ത്യൻ നേവൽ ഷിപ്പ് ഏതെന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ INS ശക്തിയാണ്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ശ്രീലങ്കൻ പ്രസിഡൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം, ഗോതബായ രാജപക്സെ.
Next, the navies of India, US, Australia and Japan are all set to conduct Malabar naval exercise. അപ്പോൾ ഇന്ത്യയും US, ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ മലബാർ നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മലബാർ നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത് എത്ര രാജ്യങ്ങൾ ചേർന്നിട്ടാണ്? എത്രയാണ്? 4 ആൻസർ. ഇപ്പോൾ ഏതൊക്കെയെന്നും ചോദിക്കാം. അപ്പോൾ അതിന് ആൻസർ ഇന്ത്യ, US, ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ. Next, Chief Minister of Delhi, Arvind Kejriwal will inaugurate India's first smoke tower at Baba Kharak Singh Marg in Connaught Place, Delhi. Smoke tower at Connaught Place, it is over 20 meters tall structure and was set up to improve air quality in a radius of around 1 kilometer. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ആദ്യത്തെ സ്മോക്ക് ടവർ സ്ഥാപിച്ചത് എവിടെയാണ്? അറ്റ് ബാബ ഖറക് സിംഗ് മാർഗാണ്, കനോട്ട് പ്ലേസിലാണ്, ഡൽഹിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 മീറ്റർ ഹൈറ്റ് ആണ്. അപ്പോൾ എത്ര ചുറ്റളവിനുള്ള റേഡിയസിന് ഉള്ള എയറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണെന്ന് ചോദിക്കാം. അപ്പോൾ ഇറ്റ് ഈസ് സെറ്റപ്പ് ടു ഇംപ്രൂവ് എയർ ക്വാളിറ്റി ഇൻ എ റേഡിയസ് ഓഫ് അറൗണ്ട് 1 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ ടവർ, ഈ സ്മോക്ക് ടവർ ഇനാഗുറേറ്റ് ചെയ്താരാണ്? ഡൽഹി ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ ആണ്. നെക്സ്റ്റ്, NTPC commissioned 25 megawatt floating solar PV project. NTPC Ltd commissioned the largest floating solar PV project in Visakhapatnam. It is a 25 megawatt project on reservoir of Simhadri thermal power station. അതായത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ 25 മെഗാവാട്ടിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോവോൾട്ടായിക് പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തു. ഇത് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ PV പ്രോജക്റ്റാണ്. ഇത് കമ്മീഷൻ ചെയ്തത് വിശാഖപട്ടണത്താണ്. ഇത് 25 മെഗാവാട്ട് പ്രോജക്റ്റാണ് ഓൺ റിസർവോയർ ഓഫ് സിംഹാദ്രി തെർമൽ പവർ സ്റ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ്, country's highest altitude herbal park at a height of 11,000 feet inaugurated at Mana village near Indo-China border in Uttarakhnd's Chamoli district. ഇന്ത്യയുടെ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ഹെർബൽ പാർക്ക് ഇനാഗ്രേറ്റ് ചെയ്തത് എവിടെയാണ്? മന വില്ലേജ് നിയർ ഇൻഡോ ചൈന ബോർഡർ ഇൻ ഉത്തരാഖണ്ഡ് ചമോലി ഡിസ്ട്രിക്റ്റിൽ. നെക്സ്റ്റ്, UN observe International Day of Remembrance and Tribute to the Victims of Terrorism on August 21. Next, Exercise Kongan 2021. Exercise Kongan 2021 was held in English Channel in between INS Talwar and HMS Westminster. The naval exercise Kongan is held in between navies of India and United Kingdom. It is based on the long-term strategic relationship between them. The bilateral Kongan exercise started in 2004. INS Talwar is a third Talwar class frigate in Indian Navy, which was commissioned on April 19, 2004 in Kaliningrad, Russia. INS Talwar is assigned to Western Naval Command of Indian Navy, which is headquartered in Mumbai. Exercise Kongan 2021. Exercise Kongan 2021 held ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ചാനലിലാണ് ബിറ്റ്വീൻ INS Talwar and HMS Westminster. INS Talwar ഇന്ത്യൻ നേവൽ ഷിപ്പാണ്. HMS Westminster ബ്രിട്ടീഷിൻ്റേതാണ്, യുണൈറ്റഡ് കിങ്ഡം. അതായത് നേവൽ എക്സസൈസ് കൊങ്കൺ എന്ന് പറയുന്നത് ഹെൽഡ് ബിറ്റ്വീൻ നേവീസ് ഓഫ് ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് കിങ്ഡം ആണ്. ദ ബയലാറ്ററൽ കൊങ്കൺ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് 2004 ഓക്കെ. INS Talwar കമ്മീഷൻ ചെയ്ത് 2004 റഷ്യയിലാണ്. INS Talwar അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് വെസ്റ്റേൺ നേവൽ കമാൻഡ് ഓഫ് ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ നേവൽ കമാൻഡിലേക്കാണ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം വെസ്റ്റേൺ നേവൽ കമാൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിൽ എക്സസൈസ് കൊങ്കൺ 2021 ഹെൽഡ് ചെയ്തത് എവിടെയാണ്? ഓക്കെ, അതിൽ ഡിപ്ലോയ് ചെയ്ത ഷിപ്പ്, ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് ഏതാണെന്ന് ചോദിക്കാം. അതിന് ആൻസർ INS Talwar ആണ്. UK എന്നും ചോദിക്കാം, HMS Westminster ആണ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. നെക്സ്റ്റ്, സ്റ്റേഡിയം ഇൻ പ്രിമൈസസ് ഓഫ് ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ പൂനെ to be named after Tokyo Olympics gold medalist Neeraj Chopra.
അതായത് ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലുള്ള ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സ്റ്റേഡിയത്തിൻ്റെ പേര് നീരജ് ചോപ്ര ആർമി സ്പോർട്സ് സ്റ്റേഡിയം എന്ന പേരാക്കി മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ്, India Russia deals to procure AK-103 rifles. This deal was inked as a part of Mega Infantry Modernization Program. Under this program, India is procuring a number of AK-103 series of assault rifles from Russia for the Indian Army. അതായത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഇന്ത്യ AK-103 സീരീസിലുള്ള റൈഫിൾസ് റഷ്യയിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്, Ratification of Kigali Amendment to Montreal Protocol. India has approved the ratification of the Kigali Agreement to the Montreal Protocol in order to phase down hydrofluorocarbons. India now requires to reduce its HFC usage by 80% by 2047. China and the US have to achieve the same in 2045 and 2034. Kigali Amendment to Montreal Protocol is an international agreement that seeks to gradually reduce consumption and production of hydrofluorocarbons. Montreal Protocol was originally created in order to preserve and restore the ozone layer. Protocol was an agreement in between participating countries in order to do away with ozone depleting gases. 121 states and the European Union have ratified the Kigali Amendment as of July 2021. അതായത് കിഗാലി എഗ്രിമെൻറ്റിൽ പറയുന്നത് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുണ്ട് റാറ്റിഫിക്കേഷൻ ഓഫ് കിഗാലി എഗ്രിമെൻറ്റ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഫേസ് ഡൗൺ, അതായത് ഇൻ ഓർഡർ ടു ഫേസ് ഡൗൺ ഹൈഡ്രോഫ്ലൂറോകാർബൺസിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നൊരു എഗ്രിമെൻ്റാണ് കിഗാലി എഗ്രിമെൻറ്റ്. അപ്പോൾ ഇന്ത്യ ചെയ്യേണ്ടത് 2047 ആകുമ്പോഴത്തേക്ക് ഹൈഡ്രോഫ്ലൂറോകാർബണിൻ്റെ ഉപയോഗം 80% റെഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ചൈന 2045 ആകുമ്പോഴത്തേക്കും, US 2034 ആകുമ്പോഴത്തേക്കും 80% ഹൈഡ്രോഫ്ലൂറോകാർബൺസിൻ്റെ യൂസേജ് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കിഗാലി എഗ്രിമെൻറ്റ് ടു മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ്. അത് ഹൈഡ്രോഫ്ലൂറോകാർബൺസിൻ്റെ ഉപയോഗം പ്രൊഡക്ഷനും കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒറിജിനലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓസോൺ ലെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കൺട്രീസ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ഗ്യാസസിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതുവരെ 121 സ്റ്റേറ്റ്സും യൂറോപ്യൻ യൂണിയനും ഈ കിഗാലി അമെൻമെൻറ്റ് റാറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ ജൂലൈ 2021 വരെയുള്ള കണക്കനുസരിച്ച്. നെക്സ്റ്റ്, Ismail Sabri Yaakob, new Prime Minister of Malaysia. Ismail Sabri Yaakob replaced Muhyiddin Yassin as Prime Minister. ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ, മലേഷ്യയുടെ പുതിയ പ്രൈം മിനിസ്റ്ററായി അധികാരമേറ്റതാരം? ഇസ്മയിൽ സാബ്രി യാക്കോബ്. നെക്സ്റ്റ്, നാഷണൽ ലെജിസ്ലേച്ചർ ഓഫ് ചൈന ഫോർമലി എൻഡോഴ്സ്ഡ് ദ 3-child പോളിസി ദാറ്റ് വാസ് mooted ബൈ റൂളിംഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, റീസെൻ്റായിട്ട് ഏത് രാജ്യമാണ് 3-child പോളിസി കൊണ്ടുവന്നത്? അത് ചൈനയാണ്. നെക്സ്റ്റ്, വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ വാസ് ഒബ്സർവ്ഡ് ഓൺ August 19, 2021. Theme of the day for the year 2021, the human race. Next, N.K. Singh, new president of Institute of Economic Growth Society. Chairman of 15th Finance Commission, N.K. Singh has been elected as the new president of Institute of Economic Growth Society. He succeeded former Prime Minister Dr. Manmohan Singh, who was the president of IEG since 1992. It is an autonomous, multidisciplinary center that is used for advanced research and training. It was founded by V.K.R.V. Rao in 1952 but became operational in 1958. It is located at University Enclave of University of Delhi, New Delhi. അതായത് N.K. Singh, 15th Finance Commission Chairman N.K. Singh ന്യൂ പ്രസിഡന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്ത് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റു. അപ്പോൾ അദ്ദേഹം സക്സീഡ് ചെയ്തത് മൻമോഹൻ സിംഗിനെയാണ്. അദ്ദേഹം 92 മുതൽ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ട് വരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ
ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് VKRV റാവു 1952 ബട്ട് ഇത് ഓപ്പറേഷണലായത് 1958 ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ ന്യൂഡൽഹിയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് മന്തിലെ റിമൈനിങ് കറണ്ട് അഫയേഴ്സ് പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആഗസ്റ്റിലെ കറണ്ട് അഫയേഴ്സ് എല്ലാം നന്നായിട്ട് നോക്കുക. കാരണം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇപ്പോഴ് കറണ്ട് അഫയേഴ്സിന് വളരെയധികം പ്രാധാന്യം നൽകി വരുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കി പോവാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ സക്സസ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.